അപ്പോൾ എല്ലാവർക്കും സ്കൂളൊക്കെ അടച്ച് വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ. നമ്മളിതാ ഈ തവണത്തെ വെക്കേഷന് അബുദാബിയിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മയും ഹരിപ്പാപ്പനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മമ്മോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മളിതാ ടിക്കറ്റ് ചെക്കിങ്ങിന് വേണ്ടി കയറുകയാണ്. അമ്മമ്മയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. കാരണം ഇപ്രാവശ്യം ഞങ്ങൾ അവളെ അവിടെ സ്കൂളിൽ ചേർത്തിട്ട് ഇനി അവിടെയാണ് കേട്ടോ അവൾ സ്കൂളിൽ പോകുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ കാണാൻ പറ്റുമെന്നുള്ള സങ്കടമാണ് അമ്മമ്മയുടെ മുഖത്ത്. അങ്ങനെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ബോർഡിംഗ് പാസ് എടുത്തു. ഒരുപാട് നേരത്തെയാണ് കേട്ടോ ഇപ്രാവശ്യം എത്തിയത്. കഴിഞ്ഞ തവണ തന്നെ ഒരുപാട് ലേറ്റായ കാരണം കൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം നേരത്തെ എത്തി. ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് ഇമിഗ്രേഷൻ ചെക്കിങ്ങും ക്ലിയറൻസൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമുക്ക് അബുദാബിയിലേക്ക് പോകാം ഗൈസ്. നമ്മൾ ഇന്ന് 2.5 മണിക്കൂർ അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ അവിടെ ആ തണുപ്പിലൊക്കെ ഇരുന്ന് പനി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഷോപ്പിൽ കയറി സാൻഡ്വിച്ചൊക്കെ കഴിച്ച് മെഡിസിനൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയത്. പനി ആയതുകൊണ്ട് തന്നെ നമ്മൾ സൗണ്ടൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഇത്തവണ നമുക്ക് വിൻഡോ സീറ്റ് തന്നെയായിരുന്നു ഇഷയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വിൻഡോ സീറ്റിൽ കയറി ഇരിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് എനിക്കും അറിയില്ല, പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. എന്നാലും വിൻഡോ സീറ്റ് കയറി പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കാണാം. പിന്നെ കുറച്ച് കഴിഞ്ഞ് അവൾ ടാബൊക്കെ എടുത്ത് കളിച്ചു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമുക്കുള്ള ഫുഡ് വന്നു. ചിക്കൻ ടിക്ക സാൻഡ്വിച്ചും അതുപോലെ മാഷ്ഡ് പൊട്ടറ്റോ വിത്ത് ടെൻഡർ ചിക്കനായിട്ടാണ് നമുക്ക് ഫുഡായിട്ട് കിട്ടിയത്. മാഷ്ഡ് പൊട്ടറ്റോ വിത്ത് ടെൻഡർ ചിക്കനായിട്ടാണ് നമുക്ക് ഫുഡായിട്ട് കിട്ടിയത്. അതിൽ ചിക്കൻ ടിക്ക സാൻഡ്വിച്ച് ഞാൻ കഴിച്ചു. അതുപോലെ ടെൻഡർ ചിക്കൻ അവൾക്ക് ഇഷ്ടമായി, അവൾ ഒരുപാട് കഴിച്ചു. അതിലുണ്ടായിരുന്ന മാഷ്ഡ് പൊട്ടറ്റോ അവൾക്ക് അത്ര തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ കുറച്ച് പെപ്പറൊക്കെ വിതറിയിട്ട് അതും ഞാൻ തന്നെ കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞ് നമ്മളൊരു ചായ പറഞ്ഞു. അപ്പോൾ ചായയൊക്കെ കിട്ടി. അങ്ങനെ ചായയും കൂടെ കുടിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം കിടന്നുറങ്ങി. കുറച്ച് സമയം കഴിഞ്ഞിട്ടാട്ടോ ഫ്ലൈറ്റ് ലാൻഡായത്. അങ്ങനെ ലൈറ്റ്സൊക്കെ അബുദാബിയിൽ ഇങ്ങനെ കാണൽ തുടങ്ങിയപ്പോൾ നമുക്ക് പിന്നെ സമാധാനമായി. അത്ര നേരം ഫ്ലൈറ്റിൽ ഇരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ലാൻഡായി. അത്യാവശ്യം ദൂരം നടക്കാനുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. കുറേ നടന്ന് നമ്മൾ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ട് അച്ഛനെ കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. അച്ഛൻ്റെ അടുത്ത് അവൾ ഓൾറെഡി അവൾ ഇറങ്ങുമ്പോൾ അവൾക്ക് KFC വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ കാറിൽ നമുക്ക് വേണ്ടിയിട്ട് KFCയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം ഒരു 1 മണിക്കൂർ ഡിലേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ KFC ഒക്കെ കുറച്ച് തണുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അവൾ അതൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോന്നു. എന്തായാലും ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.